ലൈക്ക് എന്ന് പറഞ്ഞാൽ മതി. ലൈക്ക് ചെയ്യണേന്ന് പറ. വീഡിയോ ഒക്കെ ഇഷ്ടം. ആ, ഷെയർ ചെയ്യണം. വെൽക്കം ബാക്ക് അശ്വതി കേസ് വ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരു ഫസ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് കിച്ചണും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത്. അന്നേരം ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അന്നേരം പവറായിട്ടുള്ള കിടുക്കാച്ച് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അന്നേരം ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അന്നേരം പ്രത്യേകിച്ച് നമുക്കൊരു കണ്ടന്റ് ഇന്നില്ല. ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും എന്നെ കുറിച്ചുമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അന്നേരം എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. കുറേ നാളത്തെ ആഗ്രഹമാണ് എനിക്ക് വ്ലോഗൊക്കെ ചെയ്യണമെന്ന്. അന്നേരം ഇന്ന് തൊട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ അമ്മ, ഇതാണ് ഗൈസ് എൻ്റെ അച്ഛൻ. ഇന്ന് നമ്മുടെ കിച്ചണിനകത്ത് കിടക്കുന്ന കിടിലം വീഡിയോസാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, ഇതാണ് ഞങ്ങളുടെ അമ്മാമ്മ. പുതിയ വ്ലോഗ് അമ്മാമ്മ എന്നും ടി വിക്കകത്തിരുന്ന് വ്ലോഗ് വീഡിയോസ് ഒക്കെ കാണും, നമ്മുടെ ഒരുപാട് വീഡിയോ. അന്നേരം എൻ്റെ അടുത്ത് ചോദിക്കും നമുക്ക് എന്താ അങ്ങനെ തുടങ്ങിയാലെന്ന്. അന്നേരം ഞങ്ങളുടെ വീട്ടിലെ ഗസ്റ്റാണ് ഇവരൊക്കെ. അന്നേരം അവർക്ക് വേണ്ടിയിട്ട് ചിക്കനൊക്കെ മേടിച്ചോണ്ട് വന്ന് ഇത് ഭയങ്കര കറിയൊക്കെ വെക്കും. അവിടെ എല്ലാം വയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചേമ്പ് ഒഴുകുന്ന അമ്മാമ്മയാണ് ചേമ്പ് ഒഴുകുന്നത്. അനിയന് വേണ്ടിയിട്ടാണ് ചേമ്പ് ഒഴുകുന്നത്. അനിയൻ എനർജി ഇല്ലെന്നും പറഞ്ഞ് അപ്പുറത്ത് പോയി ഇരിക്കുവാണ് ഗൈസ്. ഇതാണ് ഗൈസ് അനിയൻ ചേമ്പേ തിന്നത്തോളൂ ഗൈസിനകത്ത്. ഒരു അനിയന് വേണ്ടിയിട്ടുള്ള ചേമ്പാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചേമ്പ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ചിക്കൻ കറിക്കുള്ള സംഭവമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് വേണമെങ്കിൽ ചേമ്പും കൂട്ടി കഴിക്കാൻ. മീൻകറി, തോരൻ, ഇതെല്ലാം ഉണ്ട് കഴിക്കും. ചിക്കൻ കഴുകി വെച്ചിരിക്കുന്നുണ്ടല്ലോ, ചോര പോകാൻ വെച്ചിരിക്കുക. തോരനൊക്കെ തരുന്ന ഇതൊക്കെ രാവിലെ വെച്ചതാണ് കേട്ടോ. ഇന്ന് രാത്രിയിൽ ചിക്കൻ മേടിച്ചോണ്ട് വന്ന് കറിയൊക്കെ വെക്കുക. സാമ്പാർ വെച്ചിട്ടുണ്ട്. എല്ലാം കാണിച്ചു തരാനാണ് പറയുന്നത്. അതെല്ലാം ഉച്ചയ്ക്ക് കഴിച്ചതാണ്. നമ്മള് ഉച്ചയ്ക്ക് വെച്ച് കഴിച്ചതാ. തോരൻ, സാമ്പാർ എല്ലാം നമ്മള് ഉച്ചയ്ക്ക് കഴിച്ചതാ. അമ്മാമ്മക്ക് വ്ലോഗ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആരുടെയൊക്കെ വ്ലോഗ് കാണും? കേരളി മാണിയുടെ ഒക്കെ വ്ലോഗ് കാണാറില്ലയോ? കേരളി മാണിയുടെ കാണും, ഒരുപാട് വ്ലോഗർ കാണും. സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പറയുന്നത് അമ്മക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു, ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കാം, യൂട്യൂബിൽ കൊണ്ടുവരാം, എന്നിട്ട് ഇതോടൊക്കെ കറിയൊക്കെ വെച്ച് നമ്മളെ എല്ലാവരും കണ്ടേനെ. എന്നിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേരുടെ മുന്നിലേക്ക് അമ്മാമ്മയുടെ ആഗ്രഹം പോലെ എത്തിക്കാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റൂ. കാരണം അമ്മാമ്മയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ലല്ലോ. എന്നിട്ട് നമ്മളൊക്കെ അല്ലേ സഹായിക്കണ്ടേ. അന്നേരം ഇനി വീഡിയോയിൽ അമ്മാമ്മ കാണും, അച്ഛൻ കാണും, അമ്മ കാണും, പിന്നെ അനിയൻ കാണും എന്ന് പറഞ്ഞ ഇവിടെ എനർജി വരുമ്പോഴേ ഇതിനകത്ത് വരുത്തുള്ളൂ കേസ്. ഇടയ്ക്ക് എനർജി പോകുമ്പോൾ വരുത്തില്ല. എന്നിട്ട് ഇതാണ് കേസ് അമ്മ ഇത് യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാ. അമ്മ യൂട്യൂബിനകത്ത് ഇടുവോ ഈ വീഡിയോ? അമ്മ എല്ലാരും കാണും, ലോകത്തുള്ളവരെല്ലാരും കണ്ടോ. അമ്മ പറയുന്നുണ്ട് മുഖമെല്ലാം വൃത്തിയുടെ ഇരിക്കും, പൗഡറൊക്കെ ഇട്ടോണ്ട് വരരുത്. എന്നിട്ട് ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതാണ് കേസ്. ഇനി മുന്നേ അങ്ങോട്ട് നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് നമുക്കിതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് കാണിക്കാം. ഇതിനകത്ത് ഒരുവിധം എല്ലാം ചേർത്ത് വെച്ച് അച്ഛൻ പറഞ്ഞ് ഇതെല്ലാം ചേർക്കുന്ന കാര്യമൊക്കെ ഒന്ന് പറയാനുണ്ട്. ഇതിനകത്ത് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം വഴറ്റി ചിക്കൻ മസാല ഒക്കെ ഇട്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഏതോ മസാലയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെയ്യണം. ചിക്കനൊക്കെ കഴുകി ഇതിലേക്ക് കൊണ്ടുവരണം. ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. തുണി കഴുകുന്നത് പോലെയാണ് ചിക്കൻ കഴുകുന്നത്. സ്പെഷ്യലായിട്ട് വല്ലതും ഉണ്ടോ ചിക്കൻ കറിക്കകത്ത്? സ്പെഷ്യലൊന്നുമില്ല,
സാധാ രീതിയിലുള്ള ചിക്കൻ കറിയാണ് അല്ലേ? പെട്ടെന്ന് പോയി ചിക്കനും മേടിച്ചുകൊണ്ട് വന്ന് കറി അങ്ങ് വെക്കുക. അല്ല പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. അന്നേരം ഫസ്റ്റ് വ്ലോഗ് തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നില്ല. അന്നേരം ഇന്നത്തെ വ്ലോഗ് ഇതാവട്ടെ എന്നങ്ങ് കരുതി. അങ്ങനെ ചേമ്പ് വെന്തിരിക്കുകയാണ്. അതാ കണ്ടോണ്ടിരിക്കുന്നവർക്കും കഴിക്കാൻ ചേമ്പ്. ചിക്കൻ കറിയും ചേമ്പും സ്പെഷ്യൽ. ആരും അങ്ങനെ അധികം കഴിക്കുന്നതല്ലേ ചിക്കൻ കറി. ചിക്കനൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി പുരട്ടിയിട്ട് വേണം നമുക്ക് അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി. പുരട്ടി അടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പൊറ്റടിക്ക് വേവിക്കാൻ പോലെ. ഇത് കഴിഞ്ഞിട്ട് വേണം ഈ ചേമ്പും ചിക്കൻ കറിയൊക്കെ തിന്നാൻ. ഇന്നത്തെ കണ്ടന്റ് അമ്മാമ്മയാണ്. അമ്മാമ്മ ചിക്കൻ കറി. അമ്മാമ്മ ഇന്ന് പോവാൻ തന്നെയാണ് ഗൈസ്. ഞാൻ പറഞ്ഞു നാളെയും കൂടെ കഴിഞ്ഞിട്ട് പോയത്. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു കണ്ടന്റ് കിട്ടില്ല. കണ്ട അമ്മ പറയുന്നുണ്ട് നമ്മള് ടി വിക്കകത്ത് ഇതേപോലെയാണ്. അമ്മ ആരുടെയൊക്കെ വീഡിയോ കാണും അമ്മേ? ഇനി അമ്മയും ടി വിക്കകത്ത് കാണും. കാണിക്കട്ടെ എല്ലാവരുടെയും മുന്നിലോട്ട്. എല്ലാരും സപ്പോർട്ട് ചെയ്യണേന്ന് പറ. എല്ലാരും സപ്പോർട്ട് ചെയ്യണേന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ലൈക്ക് ചെയ്യണമെന്ന് പറ. ഷെയർ, കമന്റ്, ബെല്ലൈക്കൺ അങ്ങ് അടിച്ചു പൊട്ടിച്ചേക്കാൻ പറ. അടിച്ചു പൊട്ടിച്ചാലേ എല്ലാവരുടെ മുന്നിൽ ചെല്ലത്തോളൂ. ഇതാണ് ശോഭയമ്മ, ഇത് വാസന്തി അമ്മ. നേരത്തെ കാണിച്ചത് കൃഷ്ണൻകുട്ടി അച്ഛൻ, എൻ്റെ അനിയൻ അമലനിയൻ, പിന്നെ എൻ്റെ ഹസ്ബൻഡ് വിഷ്ണു അളിയൻ. ഇത്രയും പേരാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിനകത്തെ അതിഥികൾ. അന്നേരം ഇനി മുന്നോട്ട് എൻ്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്നെക്കുറിച്ച് കൂടുതലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു. കൊള്ളാമല്ലോ അല്ലേ അമ്മേ? അമ്മ ഫോട്ടോ എടുക്കാൻ പോലും നിന്ന് തരാത്തതാണ്. ഇപ്പതാ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്ന് നിൽക്കുകയാണ്. അമ്മ വീഡിയോ പൊടിയിക്കുന്നതുകൊണ്ട് വെള്ളം പോലും എടുത്തു കൊടുക്കുന്നില്ല. പിന്നെ ചേമ്പ് ഒരുവിധം വെന്ത് ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി കൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഉഷാറായിട്ട് കഴിക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ ചേമ്പും മുളകടച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി അവിടെ വെന്തോണ്ടിരിക്കുകയാണ്. അന്നേരം ഏറ്റവും കോമ്പിനേഷൻ ഇത് രണ്ടും ആയിരിക്കും. മുളക് അടച്ചിരിക്കുന്നത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളിച്ചെണ്ണ, പുളിയും കൂടിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത നല്ലൊരു റെസിപ്പിയാണ്. അന്നേരം നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി കുറേ പേരുണ്ട് അകത്ത് ടേസ്റ്റ് ചെയ്യാൻ. രാത്രിയിലൊരു വെറൈറ്റി ഫുഡാണ്. ഇനി ഇതും കൂട്ടി തിന്നു എന്നാലേ അറിയാൻ പറ്റും ഇല്ലയോ? മുളക് അടച്ചതും കൂട്ടി കഴിച്ചാലേ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. സൂപ്പറാണ്. പുളി ഉപ്പും എല്ലാം ഉണ്ടോ? അച്ഛന് നാളെ വേണം ഇഷ്ടം. അച്ഛന് മോനെ വല്ലതും കാണിക്കും. അച്ഛൻ ആരുടെയൊക്കെ വ്ലോഗ് കാണും വെച്ചാ? ഒരുപാട് ട്രാവലിംഗ്. സൂപ്പത്തിനെ ഭയങ്കര ഇഷ്ടമല്ലയോ? പേർലി മോണിയുടെ പപ്പ പെർലി മോണി ഭയങ്കര ഇഷ്ടമല്ലയോ? അങ്ങനെ ഒരുപാട് വീഡിയോ കാണും. അന്നേരം എൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് എടുത്തുകൂടെ? ഇനി നമ്മുടെ മെയിൻ കണ്ടന്റ് അമ്മാമ്മയെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യും. ടേസ്റ്റ് ചെയ്യും. ഇറച്ചിക്കറി അവിടെ കിടന്ന് വേവട്ടെ, പിന്നെ നമുക്ക് തിന്നാം. വീഡിയോ നാളെ വേറെ ഇറച്ചിക്കറി വെച്ച് കാണിക്കാം. അവരും കഴിച്ചോളും. എന്നാ അവർക്കും കൊടുക്കാം. എന്നാ കഴിച്ചോളൂ. അവര് വീട്ടില് ചേമ്പൊക്കെ മേടിച്ച് ഇതോടെ കൊണ്ടായി കഴിക്കും. നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ. എങ്ങനെയുണ്ട്? മുളക് പൊടിച്ചത് കൊള്ളാവോ? ഞാൻ ഉണ്ടാക്കിയതാ. നല്ല രീതിയാ. അമ്മ അവിടെ പോയി. അമ്മേ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ ഉണ്ടാക്കി മുളക് പൊടിച്ചതാ. തിന്നേ തിന്നേ. അത് മുളക് പൊടിച്ചതെന്നാ തിന്നത്തെ? പഠിക്കാൻ പേടിയാവുന്നു. എങ്ങനെ ഉണ്ടെന്ന് പറയാം. വീഡിയോക്കകത്തോട്ട് നോക്കി പറ.
നമുക്ക് നാളെ ഉണ്ടാക്കി അവരുടെ മുന്നിൽ വീഡിയോ ചെയ്ത് കാണിക്കണം കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര നാണം വരും. ഇനി വിഷ്ണു റൂമിലുണ്ട്. ഇനി വിഷ്ണുവിലേക്ക് വിഷ്ണു ഇങ്ങോട്ടൊന്ന് വരുമോ? ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ വരും. ചിക്കൻ കറി എവിടെ തിളപ്പിച്ചിട്ടിട്ട് റൂമിൽ പോയി ഇരിക്കണം. ഞാൻ ഉണ്ടാക്കി മുളക് അടച്ച് സൂപ്പറല്ലേ? വീഡിയോക്കകത്ത് നോക്കിത്തന്നു. സൂപ്പറാണ്. ക്രിക്കറ്റ് കളിയാണ് പറഞ്ഞത്. അന്നേരം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അന്നേരം നമുക്ക് വൈൻഡപ്പ് പറയാൻ സമയമായിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനാണെന്ന് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ടിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വൈൻഡപ്പ് പറയാം. പിന്നെ അമ്മമ്മ പറയാം, ഇനി വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കൊക്കെ എടുക്കണമെന്ന് പറയാം. ലൈക്ക് എന്ന് പറഞ്ഞാൽ മതി. ലൈക്ക് ചെയ്യണേന്ന് പറയാം. വീഡിയോ ഒക്കെ ഇഷ്ടം. ആ ഷെയർ ചെയ്യണം. ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് വരാം.